രാജ്യത്തെ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണറായി ജ്ഞാനേഷ് കുമാറിനെ മോദി സർക്കാർ തെരഞ്ഞെടുത്തിരിക്കുന്നു. പെട്ടെന്ന് അങ്ങോട്ട് തീരുമാനിച്ചിരിക്കുന്ന ഒരു സംഭവമായി ഇത് മാറുന്നു. പ്രോട്ടോകോൾ വരെ മാറ്റി എഴുതി നടത്തിയ ഞെട്ടിക്കുന്ന ഒരു സംഭവമായി ഇതിനെ രാജ്യം കാണുകയാണ്. രാജ്യത്തിന്റെ പരമോന്നത നീതിപീഠമായ സുപ്രീം കോടതി വിധി പറയാൻ 48 മണിക്കൂർ മാത്രം ബാക്കിയുള്ളപ്പോൾ ഇത്തരമൊരു മര്യാദകേട് കാണിക്കേണ്ട ആവശ്യമില്ലായിരുന്നു എന്ന് മോദിയുടെയും അമിത്ഷായുടെയും മുഖത്ത് നോക്കി രാജ്യത്തിന്റെ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി പറഞ്ഞത് അടുത്ത കാലത്ത് കണ്ട ഏറ്റവും വലിയ ഒരു മുന്നറിയിപ്പാണ്. സുപ്രീം കോടതിയുടെ ഉത്തരവിനെ പോലും കാത്തു നിൽക്കാതെ കഴിഞ്ഞ ആഴ്ച കേസ് മുഖവിലക്കെടുത്ത് സുപ്രീം കോടതി മാറ്റിവെച്ച ഒരു കാര്യം പോലും ഓർക്കാതെ നരേന്ദ്രമോദി സർക്കാർ നടത്തിയ പെട്ടെന്നുള്ള ഈ നിയമനം പലതും അട്ടിമറിക്കാനുള്ളത് എന്ന് രാജ്യം സംശയിച്ചു തുടങ്ങിയിരിക്കുന്നു. അതുകൊണ്ട് തന്നെ നാളെ വരാനിരിക്കുന്ന സുപ്രീം കോടതി വിധി മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണറുടെ കാര്യത്തിൽ എന്തായിരിക്കും എന്നറിയാൻ രാജ്യം കാത്തിരിക്കുകയാണ്. നരേന്ദ്രമോദിയുടെ സർക്കാർ മുൻകാലത്തെ അപേക്ഷിച്ച് വലിയ മാറ്റമൊന്നും ഇതുവരെ വന്നിട്ടില്ല. പക്ഷെ ഒന്നും രണ്ടും നരേന്ദ്രമോദി ഭരണത്തെ അപേക്ഷിച്ച് മൂന്നാമത്തെ ഈ ഭരണത്തിൽ ഒരു പ്രത്യേകതയുണ്ട്. കാലാകാലങ്ങളായി രാജ്യത്തിന്റെ നിയമം അനുശാസിക്കുന്ന പലതും അവർ നിർത്തലാക്കിക്കൊണ്ടുവരുന്നത് 10 വർഷത്തിലേറെയായി. പക്ഷെ മൂന്നാമത്തെ ഭരണം കേവല ഭൂരിപക്ഷം ഇല്ലാതെയാണ് ഭരിക്കുന്നത് എന്ന സത്യം അവർ പലപ്പോഴും മറന്നു പോവുകയാണ്. പ്രധാനമന്ത്രിയോളം തന്നെ വരുന്ന ഒരു പ്രതിപക്ഷ നേതാവുണ്ട് ഈ രാജ്യത്ത്, രാഹുൽ ഗാന്ധി. അതുകൊണ്ട് എല്ലാ തോന്നിയവാസങ്ങളും അവർക്ക് നടക്കുന്നില്ല. അതായത് എല്ലാ കീഴ്വഴക്കങ്ങളും കാറ്റിൽ പറത്തിക്കൊണ്ട് നടത്തിയ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണറുടെ നിയമനത്തിന് പിന്നാലെ സെലക്ഷൻ കമ്മിറ്റി യോഗത്തിലെ തന്റെ വിയോജനക്കുറിപ്പ് പുറത്തുവിട്ടിരിക്കുകയാണ് ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി. തങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരാളെ തെരഞ്ഞെടുപ്പ് കമ്മീഷണറാക്കി വേണ്ട പോലെ തെരഞ്ഞെടുപ്പ് ഫലം പ്രഖ്യാപിക്കാനുള്ള BJPയുടെ തന്ത്രത്തിന് നിയമ പോരാട്ടത്തിലൂടെ മറുപടി നൽകാൻ തീരുമാനിച്ചിരിക്കുകയാണ് രാഹുൽ ഗാന്ധിയും ഇന്ത്യയിലെ ഒരു കൂട്ടം ജനാധിപത്യ വിശ്വാസികളും. സുപ്രീം കോടതി നടപടികൾക്ക് വിരുദ്ധമാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷണറുടെ ഇപ്പോഴത്തെ നിയമനമെന്നും അംബേദ്കറുടെ ആശയങ്ങൾ ഉയർത്തിപ്പിടിക്കേണ്ടത് തന്റെ ഉത്തരവാദിത്തമാണെന്നും പ്രഖ്യാപിച്ച രാഹുൽ ഗാന്ധി പ്രതിപക്ഷത്തിന്റെ വിയോജനക്കുറിപ്പ് ഈ രാജ്യത്തിന് മുന്നിൽ പുറത്തുവിട്ടിരിക്കുകയാണ്. എക്സിക്യൂട്ടീവ് ഇടപെടലുകളില്ലാത്ത ഒരു സ്വതന്ത്ര തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഏറ്റവും അടിസ്ഥാനപരമായ വശം മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണറെ തെരഞ്ഞെടുക്കുന്ന പ്രക്രിയ തന്നെയാണ്. സുപ്രീം കോടതിയുടെ ഉത്തരവ് ലംഘിച്ചുകൊണ്ടാണ് ഇന്ത്യൻ ചീഫ് ജസ്റ്റിസിനെ കമ്മിറ്റിയിൽ നിന്ന് പുറത്താക്കിയിരിക്കുന്നത്. അതിനാണ് നാളെ സുപ്രീം കോടതി വിധി പറയാൻ പോകുന്നത്. സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസിനെ ഒഴിവാക്കിക്കൊണ്ട് തങ്ങളുടെ ഇംഗിതത്തിന് നിൽക്കുന്ന അല്ലെങ്കിൽ തങ്ങളുടെ ഇടയിൽ നിന്നുള്ള ഒരാളായ ഒരു ക്യാബിനറ്റ് മന്ത്രിയെ കേന്ദ്രത്തിൽ നിന്നും ഉൾപ്പെടുത്തി പ്രധാനമന്ത്രിയും ക്യാബിനറ്റ് മന്ത്രിയും പ്രതിപക്ഷ നേതാവിനെയും ആക്കി മാറ്റി ചീഫ് ജസ്റ്റിസിനെ ഒരു വിലയില്ലാത്ത ആളായി കണ്ട് മുന്നോട്ടു പോകാനുള്ള കേന്ദ്ര നീക്കത്തിനെതിരെയാണ് നാളെ വിധി വരാൻ പോകുന്നത്. നമ്മുടെ തെരഞ്ഞെടുപ്പ് പ്രക്രിയയുടെ സമഗ്രതയെക്കുറിച്ചുള്ള കോടിക്കണക്കിന് വോട്ടർമാരുടെ ആശങ്കകൾ നരേന്ദ്രമോദി സർക്കാർ വഷളാക്കിയിരിക്കുകയാണെന്നും രാഹുൽ ഗാന്ധി അവിയോജനക്കുറിപ്പിൽ തുറന്നടിച്ചിരിക്കുന്നു. അംബേദ്കറുടെയും നമ്മുടെ രാഷ്ട്രത്തിന്റെ സ്ഥാപക നേതാക്കളുടെയും ആദർശങ്ങൾ ഉയർത്തിപ്പിടിക്കുകയും സർക്കാരിനെ പ്രതിക്കൂട്ടിൽ നിർത്തുകയും ചെയ്യേണ്ടത് പ്രതിപക്ഷ നേതാവ് എന്ന നിലയിൽ തന്റെ കടമയാണെന്ന് പ്രഖ്യാപിച്ചിരിക്കുകയാണ് രാഹുൽ ഗാന്ധി. കമ്മിറ്റിയുടെ ഘടനയും നടപടിക്രമങ്ങളും തന്നെ സുപ്രീം കോടതിയിൽ ചോദ്യം ചെയ്യപ്പെടുകയും 48 മണിക്കൂറിനുള്ളിൽ വാദം കേൾക്കുകയും ചെയ്യുമ്പോൾ പുതിയ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ തെരഞ്ഞെടുക്കാനുള്ള ഇന്നലത്തെ അർദ്ധരാത്രി തീരുമാനം പ്രധാനമന്ത്രിയും ആഭ്യന്തരമന്ത്രിയും കൈക്കൊണ്ടത് അനാദരവും മര്യാദയില്ലാത്തതുമാണെന്നും രാഹുൽ ഗാന്ധി തുറന്നടിച്ചു. മോദിയുടെയും അമിത്ഷായുടെയും മുഖത്തു നോക്കി മര്യാദയില്ലാത്ത പണി കാണിക്കരുത് എന്ന് പറയാൻ അത്തരത്തിലൊരു പാകത്തിൽ രാജ്യത്ത് ഒരു പ്രതിപക്ഷ നേതാവ് ഉണ്ട് എന്നത് തന്നെ ഏറ്റവും വലിയ ഭാഗ്യമാണ് ജനാധിപത്യ രാജ്യത്തിന് ലഭിച്ചിരിക്കുന്നത്. കഴിഞ്ഞ 10 വർഷം അതില്ലാത്തതാണ് മതേതര ജനാധിപത്യ രാജ്യത്തിന്റെ അടിത്തറ തന്നെ തകർന്നത്. ഏതായാലും രാജ്യത്തിന്റെ അടിസ്ഥാന മൂല്യങ്ങൾക്ക് വിഘാതം സംഭവിച്ചിരിക്കുന്ന തരത്തിൽ ഒരു മര്യാദകേടാണ് മോദി സർക്കാരിൽ നടന്നത് എന്നിരിക്കെ അത് ചൂണ്ടിക്കാട്ടി തുടങ്ങിയത് തന്നെ വലിയ പ്രതീക്ഷയാണ് രാജ്യത്തിന് നൽകുന്നത്.